നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും? മേഘ്ന, ഈ കഴിവ് എന്നിൽ നിലനിൽക്കുന്നിടത്തോളം എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനും പറ്റില്ല. എന്നെ ഒന്ന് തൊടാൻ പോലും മേഘനയ്ക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മുടെ വിവാഹം നടന്നിട്ട് എന്താ അർത്ഥം? എല്ലാം എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ എനിക്ക് തൊടാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ സ്നേഹിക്കുന്നതിന് തടസ്സമില്ലല്ലോ. മേഘ്ന, അതെ, എനിക്കിനി മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. എന്റെ എല്ലാ ചിന്തകളിലും ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ ഉണരുന്നത് തന്നെ ആ ആളിന്റെ ഒരു കോളിന് കാതോർത്ത. അത് കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമം തോന്നും. ഏത് നിമിഷവും നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് സ്വപ്നം കണ്ട് കഴിയാൻ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ മേഘ്ന, ഇതാണ് എന്റെ അവസ്ഥ. എന്തായാലും ഞാൻ സഹിക്കും. മരണം വരെ ഞാൻ സ്നേഹിച്ചോണ്ടിരിക്കും. മേഘ്ന, ഒന്നും പറയണ്ട. ഈ സ്നേഹം അത് മാത്രം എനിക്ക് തിരിച്ചു തന്നാ മതി. മേഘ്ന, അടുത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഒരുപാട് ദൂരത്തില. എനിക്ക് നിന്നെ പിരിയാനാവില്ല. എന്താ വേണ്ടെന്ന് ഒരു പിടിയുമില്ല. ഇല്ല, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. നിന്റെ കർത്തവ്യങ്ങൾ പിഴയ്ക്കുമ്പോൾ നീ എന്നെയാണ് തോൽപ്പിക്കുന്നത്. അത് നീ മറന്നു. ഞാൻ നിന്റെ ശക്തിയെ അന്ധമായി വിശ്വസിച്ചു. കൊല്ലാനുള്ള സമയവും കൃത്യമായി കുറിച്ചു തന്നു. പക്ഷേ നീ പരാജയപ്പെട്ടു. അജയുടെ ശക്തി വിവരിക്കാൻ പോലും പറ്റാത്ത വിധമായിരുന്നു. വെറും ഒരു ശത്രുവിനെ നേരിടുന്നത് പോലെ എനിക്ക് അയാളെ നേരിടാൻ പറ്റിയില്ല. അയാൾ അമാനുഷികനാണ്. അയാളിലെ ദൈവിക ശക്തി മറികടക്കാൻ പറ്റാത്തതാണ്. നിർത്താം. അവൻ എന്റെ ശത്രുവാണ്. ശത്രുവിന്റെ വിജയഗീതകൾ എനിക്ക് കേൾക്കണ്ട. നീ